കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ദൈവമേ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടത വന്നു? പലപ്പോഴും നമ്മൾ കഷ്ടതകൾ വരുമ്പോൾ ദൈവത്തോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് ചിന്തിക്കാം, എന്താണ് ഈ കഷ്ടതകൾക്കുള്ള കാരണം? ഒന്നാമതായി, ഈ കഷ്ടതകൾക്കുള്ള കാരണം പലപ്പോഴും നമ്മൾ തന്നെയായിരിക്കാം. ദൈവത്തോട് ആലോചന ചോദിക്കാതെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് നമുക്ക് കഷ്ടതയ്ക്ക് കാരണമായി തീരാം. ദൈവവചനത്തിന് മുട്ടുമടക്കാതെ ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്ന് ചോദിക്കാതെ നമ്മുടെ വഴികളിൽ നടക്കുമ്പോൾ അത് പരാജയത്തിലേക്ക് നീങ്ങുമ്പോൾ അവസാനം നമുക്ക് കഷ്ടത കൊണ്ടുവന്ന് തരുന്നു. ഓവർ സ്പീഡിൽ ബൈക്ക് ഓടിച്ച് അവസാനം ആക്സിഡൻറ്റ് പറ്റി കിടപ്പിലാവുമ്പോൾ കഷ്ടത വരുമ്പോൾ അതിൻ്റെ കാരണവും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് കഷ്ടത ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണം നമ്മൾ തന്നെയാണ്. രണ്ടാമതായി, കഷ്ടത കൊണ്ടുവരുന്നത് പലപ്പോഴും പിശാചാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇയ്യോബ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആരോഗ്യവും അവൻ്റെ മക്കളും സമ്പത്തും സകലവും നഷ്ടമായി. അവൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നു. അതിന് കാരണം പിശാചായിരുന്നു. അവസാനം ഇയ്യോബ് അതിൻ്റെ മേൽ ജയം നേടുന്നുണ്ട്. മൂന്നാമതായി, ഈ കഷ്ടതകൾ കൊണ്ടുവരുന്നത് ദൈവമാണ്. ദൈവം എന്തുകൊണ്ട് നമുക്ക് കഷ്ടതകൾ തരുന്നു? ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം പറയുന്നു, ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ഒരു അപ്പന് ഒരു മകനുണ്ടെങ്കിൽ ആ മകനെ ശിക്ഷിച്ച് വളർത്താറുണ്ട്. എന്തിനാ ശിക്ഷിക്കുന്നത്? അപ്പൻ ആഗ്രഹിക്കുന്ന രീതിയിൽ വളർന്നു വരാനായിട്ട്. അപ്പോൾ ദൈവം നമ്മളെ ബാലശിക്ഷയിൽ വഴി നടത്തുന്നു. പലപ്പോഴും നമുക്ക് ഈ ശിക്ഷകളൊക്കെ തന്ന് ദൈവം നമ്മളെ നടത്തുന്നത് നമ്മളെ കൊല്ലുവാൻ വേണ്ടിയിട്ടല്ല, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ, ദൈവത്തിൻ്റെ അതേ സ്വഭാവത്തിൽ നമ്മളെ വളർത്തുവാൻ. അതുകൊണ്ട് കഷ്ടത വരുമ്പോൾ ഓർക്കുക, യഹോവ എൻ്റെ അപ്പൻ. മക്കളോട് സ്നേഹമുള്ള അപ്പൻ തല്ലാറുണ്ട്. അത് അവരോട് വെറുപ്പായതുകൊണ്ടല്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ, എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം കഷ്ടത തരുമ്പോൾ ദൈവം നമ്മളെ കൈവിട്ടു എന്നുള്ളതല്ല, ദൈവം നമ്മളെ അധികം സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നു, നമുക്കൊരു രോഗം വന്നു, നമ്മൾ കുറച്ച് ദിവസം ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മളൊന്നും കിടപ്പിലായെങ്കിൽ ആ കിടക്കുന്ന അവസ്ഥയിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, അങ്ങേക്ക് എന്നോട് എന്താണ് സംസാരിക്കാനുള്ളത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ശരിയാക്കേണ്ടത്? അങ്ങനെ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നമുക്ക് ആലോചനകൾ പറഞ്ഞു തരും. നമ്മുടെ ജീവിതങ്ങളെ ദൈവം ക്രമീകരിക്കും. അതുകൊണ്ട് കഷ്ടതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദൈവപൈതലെ, ഈ 3 കാര്യങ്ങളിൽ ഒരുപക്ഷെ ഈ കഷ്ടതയുടെ കാരണം നീ തന്നെയാണോ? അതല്ല സാത്താൻ നമ്മളെ പരീക്ഷിക്കുകയാണോ? അതല്ല ദൈവം നമ്മളെ ബാലശിക്ഷയിൽ വഴി നടത്തുകയാണോ? ദൈവമാണ് നമ്മളെ ശിക്ഷിച്ച് ഈ കഷ്ടത നമുക്ക് തന്നതെങ്കിൽ സന്തോഷിക്കുക. ഇന്നും ദൈവം നമ്മുടെ അപ്പൻ്റെ സ്ഥാനത്തുണ്ട്. ഈ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മളെ ശാസിച്ച് ശിക്ഷിച്ച് വീണ്ടും തൻ്റെ മാറോട് ചേർക്കുകയാണ്. ഈ ദൈവം നമ്മുടെ കഷ്ടതകൾ മാറ്റട്ടെ. ഗോഡ് ബ്ലെസ് യു.